പാലക്കാട് മണ്ണാർക്കാട് എസ്റ്റേറ്റിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ ചെറിയ ബാരലുകളിലേക്ക് മാറ്റി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മണ്ണാർക്കാട് ഗോഡൌണിൽ നിർവീര്യമാക്കാനാകാതെ സൂക്ഷിച്ചിരുന്ന കീടനാശിനികളാണ് മാറ്റിയത്. അതീവ രഹസ്യമായിട്ടായിരുന്നു നടപടികൾ. ഇവിടെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ദിവസം ബാരലിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇവിടെ തൊഴിലാളികളെ PPE കിറ്റും എല്ലാം ഉപയോഗിച്ച് അതിൻ്റെ തഹസിൽദാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും വന്ന് മാറ്റി എന്നുള്ളൊരു വിവരം കിട്ടി. എത്രയും പെട്ടെന്ന് ഈ എൻഡോസൾഫാൻ എന്ന ഈ മാരകമായ കീടനാശിനി ഇവിടുന്ന് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ഒരു വിവരം കിട്ടിയത്. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് താമസം വരാത്ത രീതിയിൽ അത് ഉടനെ മാറ്റണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശ്രീത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ശ്രീത്ത്, ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് ശ്രീത്ത്? എന്തായാലും മണ്ണാർക്കാട് മാത്രമല്ല, പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള കാസർഗോഡ് എസ്റ്റേറ്റിലെയും അടക്കം ഇപ്പോൾ നിർവീര്യമാക്കാനാകാത്ത രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന എൻഡോസൾഫാൻ കീടനാശിനി ഇത്തരത്തിൽ മാറ്റുന്നുണ്ട് ചെറിയ ബാരലുകളിലേക്ക്. ഇനി അത് നിർവീര്യമാക്കണം. എന്തായാലും ഇത് വെള്ളിയാഴ്ചയോടുകൂടി ഈ ചെറിയ ബാരലുകളിലേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. പക്ഷേ മണ്ണാർക്കാട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് PPE കിറ്റൊക്കെ ധരിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ ഇത്തരത്തിൽ എൻഡോസൾഫാൻ മാറ്റിയിരിക്കുന്നത്. അതിന് വില്ലേജ് ഓഫീസറുടെയും റവന്യൂ അധികാരികളുടെയും ഒക്കെ തന്നെ സാന്നിധ്യവും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇപ്പോൾ ഹരിത ട്രൈബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത് എത്രയും പെട്ടെന്ന് നിർവീര്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതൊരു ബോംബായി തന്നെ മണ്ണാർക്കാട് പ്രദേശത്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പരാതി നാട്ടുകാർക്കും അതുപോലെ തന്നെ ആ പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതിപ്പോൾ ചെറിയ ബാരലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് എവിടെ നിർവീര്യമാക്കുമെന്നതിനെ കുറിച്ച് കൃത്യമായൊരു വിവരം നൽകിയിട്ടില്ല. എന്തായാലും നേരത്തെ ആ സമരസമിതിയുടെ ഒക്കെ നേതാവായിരുന്ന ആൾ പറഞ്ഞതുപോലെ തന്നെ അത് എവിടെ കൊണ്ടുപോയി നിർവീര്യമാക്കുന്നതിനെ കുറിച്ചൊരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഒരു പ്രാഥമികമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് റവന്യൂ അധികാരികളും പറയുന്നുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഈ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇത് അവിടെ നിന്ന് കൊണ്ടുപോയി നിർവീര്യമാക്കണം. അത് ഒരു മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു ബോംബാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ചെറിയ ബാരലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് മണ്ണാർക്കാട് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ കീടനാശിനി. എന്തായാലും ബാക്കിയെല്ലാം കഴിച്ച് സീൽ ചെയ്താണ് അവർ പോയിരിക്കുന്നത്. ഇനി തുടർ നടപടിക്രമങ്ങൾ ഇത് എവിടെ കൊണ്ടുപോയി നശിപ്പിക്കും പൂർണ്ണമായും. ഇത് ആളുകളുടെ ആശങ്ക സ്വാഭാവികമാണ്. അത് ഇതിനി നിർവീര്യമാക്കുക, അതിന് വേണ്ട നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇതെങ്ങനെ എവിടെയാണ് നിർവീര്യമാക്കിയത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇത് നിർവീര്യമാക്കുന്നത് എന്നുള്ളതൊക്കെ ആളുകളോട് ജനങ്ങളോടൊക്കെ വിശദീകരിക്കുക കൂടി ചെയ്യുമോ ശ്രീത്ത്? തീർച്ചയായും അത് ഉറപ്പായും ഉണ്ടാവുമല്ലോ. കാരണം തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ കാസർഗോഡ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിൽ ഉള്ള എസ്റ്റേറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ പൂർണ്ണമായി മറ്റു ചെറിയ ബാരലുകളിലേക്ക് മാറ്റിയത്. അവിടെയും എവിടെ കൊണ്ടുപോയി നിർവീര്യമാക്കുന്നതിനെ കുറിച്ചൊരു വിശദീകരണം നൽകിയിട്ടില്ല. എന്തായാലും ഇതിനു ശേഷം ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഇതെവിടെ കൊണ്ടുപോയി ബാക്കി വന്ന എൻഡോസൾഫാൻ എവിടെ കൊണ്ടുപോയി നിർവീര്യമാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം നൽകുകയുള്ളൂ. അത് കൃത്യമായ രീതിയിൽ ഒരു കുറിപ്പായൊക്കെ മാത്രമേ അറിയിക്കുള്ളൂ. കാരണം അതീവ സുരക്ഷ വേണമെന്ന കർശനമായ നിർദ്ദേശമുണ്ട്. അത് കോടതിയുടെ നിർദ്ദേശം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹരിത ട്രൈബ്യൂണലൊക്കെ ഗ്രീൻ ട്രൈബ്യൂണലൊക്കെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർക്കാണ് ഇതിന് പ്രധാനപ്പെട്ട ചുമതല നൽകിയിരിക്കുന്നത്. കൂടാതെ റവന്യൂ വില്ലേജ് അധികാരികൾക്കും ഇത്തരത്തിൽ ചുമതലയുണ്ട്. എന്തായാലും ഇത് ഉടൻ തന്നെ, അത് വളരെ വൈകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, ചെറിയ ബാരലുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇത് പക്ഷേ എവിടെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്നതിനെക്കുറിച്ചൊരു വിശദീകരണം ഇത് അതിനുശേഷം, അതായത് പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷം മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പാലക്കാട്ട് നിന്ന്.